ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് റെസിപ്പിയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. ഓണപ്പൂക്കളത്തിൻ്റെ ഒരു കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കാൻ വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടന്നെ ഉപയോഗിക്കരുത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും ഇതുപോലെ ബീറ്റ് ചെയ്ത് വലിയൊരു ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര വേണമെങ്കിൽ പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ മുഴുവൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റ് ചെയ്തതാ ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്പാറ്റിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ലോ സ്പീഡിലിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതുപോലെ ഒരു 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വലിയൊരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തി കൊടുക്കണം. നമ്മൾ കുറച്ച് തിന്നായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ നിരത്തി കൊടുക്കുക. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അടിയിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. വളരെ തിന്നായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്, അതുകൊണ്ട് പൊട്ടി പോവാതെ നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ സ്റ്റിഫായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി കേക്കൊന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് മിൽക്ക് കേക്കിലൊക്കെ ഒഴിക്കുന്ന ആ ഒരു മിൽക്ക് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു കേക്ക് വെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഓണം തീം കേക്ക് ആയതുകൊണ്ട് നമ്മളിതാ ഈ ഒരു കേക്കിനെ വാഴയിലയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിൽക്ക് ഒഴിച്ചു കൊടുത്ത് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇതിന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്പാറ്റിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഒരു ക്രം കോട്ടിങ് അത്രേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രീമിലേക്ക് കളറൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശെ ക്രീം ഇട്ട് കൊടുത്തിട്ട് കളറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഈ കളറുകളൊക്കെ എടുത്തിട്ടുണ്ട്. സൂപ്പർ റെഡ് കളർ എടുത്തിട്ടുണ്ട്, പിന്നെ ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്, യെല്ലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളറ് ചെണ്ടുമല്ലീൻ്റെ ഒക്കെ ആ ഒരു കളർ വരുന്ന ഒരു കളറാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചില കളറൊക്കെ കൂടി കഴിഞ്ഞാൽ ചിലപ്പം കയ്പ്പ് രസം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഏത് കേക്കിലേക്ക് കളർ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ചേർക്കാൻ. ഇതിലേക്കൊരു അല്പം കൂടെ കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം ചെണ്ടുമല്ലിൻ്റെ കളറൊക്കെ ആയി. ഇനി നമുക്കിതിലേക്ക് ഒരു മല്ലികയുടെ കളർ കൊടുക്കാം. ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ഇത്. ഇതിലേക്ക് റെഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 4 കളറുകൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി പിങ്ക് കളറൊക്കെ അവിടെ മിക്സ് ചെയ്ത് വെച്ചൊരു ക്രീം ഉണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പൂക്കളം ഇട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് തുമ്പപ്പൂവിൽ തുടങ്ങാം. അതായത് നല്ല വെള്ള കളറിലുള്ള ക്രീം വെച്ചിട്ട് നടുക്ക് കുറച്ചൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അടുത്തത് ഞാനിതാ ഈ ഒരു കളറാണ് കേട്ടോ കൊടുക്കുന്നത്. തെച്ചിയോ റോസോ എന്ത് വേണമെങ്കിലും പറയാം. അടുത്തത് നമുക്ക് യെല്ലോ കളർ ഇട്ട് കൊടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ജമന്തി പൂവാണ് കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ചെണ്ടുമല്ലീൻ്റെ ഒക്കെ കളർ വരുന്ന ആ ഒരു ക്രീം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വരച്ചു കൊടുത്തിട്ടുള്ള ഓരോ കള്ളിയിലും ഇതുപോലെ ഓരോ കളർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പിങ്ക് കളറിലുള്ള ക്രീം ഇവിടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഓറഞ്ച് കളറാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നത്. അടുത്തത് യെല്ലോ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചെണ്ടുമല്ലി. ടേൺ ടേബിളിൽ നമുക്ക് ഈ ഒരു കേക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇലയിൽ വെച്ചിട്ട് ഇല ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൂക്കളം കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതാണ് എൻ്റെ ഓണപ്പൂക്കളം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.